ഇന്ന് നമ്മള്ളത് ഇഗ്നോൻ്റെ എക്സാം നടക്കുന്ന ഐഡിയൽ ട്രെയിനിങ് കോളേജിലാണ്. ഇഗ്നോയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഐഡിയൽ കോളേജിലെ ഇഗ്നോ എക്സാമിൻ്റെ കൺട്രോളറാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുകൾ അവരോട് നമുക്ക് ചോദിക്കാം. സാറേ, ഇപ്പോൾ ഇഗ്നോൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കുട്ടികൾ എക്സാമിന് വരുന്ന കുട്ടികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇഗ്നോ എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ പ്രത്യേകതകളാണ്. കാരണം ആകെ 8 ക്വസ്റ്റ്യനൊക്കെയാണ് ചിലപ്പോൾ പല പേപ്പറുകളിലും ഉണ്ടാവുക. അതിൽ 5 അവർ 100 മാർക്കിന് എഴുതേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 20 മാർക്ക്. എല്ലാവരും ശ്രദ്ധിക്കാതെ ആളുകളൊക്കെ വളരെ നിസ്സാരമായി ചെയ്തു പോകുന്നൊരു വിഷയം ഇതാണ്. അതിന് 20 മാർക്കിന് ഒരു കുട്ടി എഴുതുന്നത് അര പേജ് അല്ലെങ്കിൽ ഒരു പേജൊക്കെയാണ്. ഈ 20 മാർക്കിന് ചുരുങ്ങിയത് ആ കുട്ടിയുടെ 4 പേജ്, 5 പേജ്, 6 പേജോളം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതണം. അതൊരു പാരഗ്രാഫിൽ കൊണ്ട് എഴുതി പോകലല്ല. അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, പാരഗ്രാഫായിട്ട് തിരിക്കുക, അതൊരു ബോർഡറൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ അണ്ടർലൈനൊക്കെ ചെയ്ത് വളരെ വൃത്തിക്ക് എഴുതുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടുകയും മാർക്ക് കൂടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതെല്ലാവരും എന്ത് ചെയ്യേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എക്സാം റൈസ് ചെയ്യുക ചിലപ്പോൾ പാലക്കാട് ജില്ലയിൽ ഇവിടെ ആയിരിക്കും. പിന്നെ എനിക്ക് ഞാൻ ജോലിക്ക് വേണ്ടി വേറൊരു സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടുന്ന് എക്സാം എഴുതാൻ കഴിയുമോ? ഇപ്പോൾ ഒരു കുട്ടി ഉദാഹരണത്തിന് ഫസ്റ്റ് ഇയർ ഇവിടെ എക്സാം എഴുതി. അടുത്ത സെമസ്റ്റർ അല്ലെങ്കിൽ അടുത്ത ഇയർ ആ കുട്ടിക്ക് എക്സാം എഴുതണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, ബാംഗ്ലൂരൊക്കെ പഠിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, സെൻറ്ററുകളിൽ എഴുതാം. അഥവാ ഒരു പേപ്പർ മാത്രം അല്ലെങ്കിൽ ഒരു ടേമിൽ 2 or 3 സ്ഥലങ്ങളിൽ എഴുതാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ടേം ഇവിടെയാണെങ്കിൽ ഇവിടെ തന്നെ എന്ത് ചെയ്യാൻ എഴുതണം. അടുത്ത ഇയർക്ക് അല്ലെങ്കിൽ അടുത്ത സെമ്മുക്ക് എന്ത് ചെയ്യുക, അടുത്ത എക്സാം വരുമ്പോൾ അത് സെൻറ്റർ ചേഞ്ച് ചെയ്യുക. അതിന് പ്രശ്നമൊന്നുമില്ല. അറിയിക്കുന്ന എക്സാം മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മളെ ലാംഗ്വേജിൽ എഴുതാൻ കഴിയുമോ? ഇല്ല, മലയാളത്തിൽ എഴുതാൻ കഴിയില്ല. പല കുട്ടികളും അങ്ങനെയൊന്നും എഴുതാറുണ്ട്. പക്ഷെ അത് കഴിയില്ല. നമുക്ക് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പറയും മലയാളത്തിൽ എഴുതാൻ പറ്റൂല എന്നുള്ളത്. അത് ഹിന്ദി ഓർ ഇംഗ്ലീഷ് 2 ഭാഷകളിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, എഴുതാൻ പറ്റുക. പഞ്ചായത്തുകളിലൊക്കെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് എക്സാം ഉണ്ടാവുമോ? എലക്ഷൻ്റെ ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ട് എലക്ഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എലക്ഷൻ നടക്കുന്ന കേരളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളിലേക്ക് ഉണ്ടാവുക. ഇഗ്നോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുഴുവനായിട്ടും, ഇന്ത്യയുടെ പുറത്ത് വരെ സെൻറ്ററുള്ള സ്ഥാപനമാണ്. അറ്റ് എ ടൈം എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് എക്സാം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റിവെക്കാൻ യാതൊരു ചാൻസും ഇല്ല. വളരെ കൃത്യമായി സാധാരണഗതിയിൽ എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ അതേ സമയത്ത് കൃത്യമായി നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ടുള്ളത്.